ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ നല്ലൊരു മോർണിംഗ് ആണിന്ന്. നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മഴയൊന്നുമില്ല. രാവിലെ തണുപ്പുണ്ടായിരുന്നു, അപ്പം അതൊക്കെ മാറി ഇപ്പം നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY വീഡിയോ ആണ്. ഞാൻ ഇവിടുത്തെ നമ്മളുടെ മോഷൻ സെൻസർ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം ഇതൊരു പുതിയതൊന്നുമല്ല. ഓൾറെഡി നമുക്കിവിടെ PIR സെൻസറുണ്ട്, നമ്മളതൊന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ സ്ക്രൂഫിക്സിൽ പോയിട്ട് ലാപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ PIR സെൻസറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറേ ദിവസമായി എന്താ പറയുക, ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. കാരണം തണുപ്പാവുമ്പം നമ്മളങ്ങനെ അധികം പുറത്തേക്ക് പോകുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഡോറ് കൺസർവേറ്ററിൻ്റെ ഇപ്പോൾ പിന്നെ എപ്പോഴും വെട്ടും വെളിച്ചമൊക്കെ കയറുമല്ലോ, അത് തുറക്കാറില്ല. കുറേ ആയിട്ടെന്ന് പറഞ്ഞാൽ 1-2 ആഴ്ചയായിട്ട്, കാരണം തണുപ്പ് തുടങ്ങി. അപ്പം ഇന്നിപ്പം വലിയ തണുപ്പില്ല, നല്ല വെയിലും ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് കാണാൻ നോക്കണം. ഇപ്പം പുല്ലുവെട്ടി തീർന്നതാണ്, ഇനി പുല്ലുവെട്ടേണ്ടി വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ എനിക്ക് ചെറിയൊരു ഇതുണ്ട്, എന്താണ്, കൂട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട് വെള്ളം വീണ് പൊട്ടിപ്പോയി. അപ്പം ഞാൻ വേറെ ഒന്നും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിനകത്ത് എനിക്ക് ചെറിയ ഓറഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ പിന്നെയും ബഡ്സ് വരുന്നുണ്ട് കേട്ടോ, കായ ഉണ്ടാവാനായിട്ട്. ഓ, ഇതെന്താണാവോ കറുത്ത് നിൽക്കുന്നത്? ഇത് തൊട്ടിട്ടല്ല ആയിരിക്കണം ചിലപ്പോൾ. എനിവേ, ഇത് ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് 2 ഓറഞ്ച് ഉണ്ട് ഇതിൽ. ഇതിത്തിരി നമ്മളിനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിത്തിരി വെള്ളം വീണ് നിന്നിട്ടാണെന്ന് തോന്നുന്നു. എനിവേ, നമ്മളിതിനെ ഇത്തിരി ഒന്ന് വെള്ളം ഒഴിക്കേണ്ടത്. ഇത് ഓൾറെഡി നനഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓറഞ്ചിന് അധികം വെള്ളം വേണ്ട. അപ്പോൾ സോ ഇതിനകത്ത് വലിയ തണുപ്പില്ല. ഫ്രോസ്റ്റ് പ്രൊട്ടക്ഷനാണ് ഇത് മെയിനായിട്ട്. അപ്പോൾ ഞാൻ തുറന്നിടുന്ന കാരണം ഇതിന് വെന്റിലേഷൻ വേണമല്ലോ. എൻ്റെ ഗ്രേപ്സിൻ്റെ ഇതെല്ലാം പോയി. കിവി ഓൾറെഡി ചത്തെന്നാണ് തോന്നുന്നത്, അതിന് ഭയങ്കര വെയിലായിരുന്നു. ഈ ആപ്പിൾ ആക്ച്വലി കായ ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതങ്ങനെ വളരുന്നില്ലായിരുന്നു. കാ പോയപ്പോൾ ഇത് ഇച്ചിരി ഇങ്ങ് പൊക്കമൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേരിനാകെ ഒരു ക്ഷീണമാണ്, രോഗമാണ് ഇതിന്. ഇതുണ്ടോ, ഇതിൽ ഈ യെല്ലോ മിറ്റ്സ്, ഇതിനകത്തൊരു മിറ്റുണ്ട്, അത് വന്നിട്ട് ഇതിനെ ഇതാക്കിയതാണ്. ഇതിപ്പം ഇനിയിപ്പോൾ ഇല പഴുത്ത് പോകും. അപ്പം നമുക്ക് ഇത്തിരി ഇതിന് മറ്റേ നീമിൻ്റെ അടിച്ചു കൊടുത്താൽ അറിയാം ഈ സംഭവങ്ങളൊക്കെ റെഡിയായി വരുമോ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഞാൻ കളച്ച് വൃത്തിയാക്കി ഇതാക്കിയതായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തിരിച്ച് ജോലിക്ക് വരേണ്ടി വന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാം വീണ്ടും കാടായി. ആക്ച്വലി വെട്ടടിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും കാണുന്നില്ല. എല്ലാം വളർന്ന് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് തുറന്നിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെന്റിലേഷൻ കുറച്ച്, അതിന് കാറ്റൊക്കെ കിട്ടണം. നമ്മൾ എപ്പോഴും ഇതിന് എയർ സർക്കുലേഷൻ വേണമല്ലോ. ശരിക്കും എയർ സർക്കുലേറ്റ് ചെയ്യാതൊന്നും ഇരിക്കുമൊന്നുമില്ല, അതിനകത്ത് വെള്ളം വരാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ നനഞ്ഞിരിക്കുന്നത്, അതൊന്നും എനിക്ക് ചെക്ക് ചെയ്യണം കുറച്ച് കഴിഞ്ഞ് പോയിട്ട് എങ്ങനെ അതിനകത്ത് അത്രയും വെള്ളം വന്നു എന്നുള്ളത്. കാരണം അത് ലീക്കൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ എയർക്ക് കയറാനായിട്ടുള്ള വഴിയുണ്ട്, എന്നാലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് കൊടുക്കണം, കുറച്ചുകൂടി ഒന്ന് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളുടെ സെൻസർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്നലെ പോയിട്ട് ഒരു ടെസ്റ്ററും, നമുക്ക് ടെസ്റ്റർ അറിയില്ലേ, അതും പിന്നെ നമ്മളുടെ ലാപ്പിൻ്റെ ഏതാണ് ലാപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു PIR സെൻസറും മോഷൻ സെൻസറും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിനൊരു 180 ഡിഗ്രി ഇതുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഫ്യൂസൊക്കെ കറണ്ട് അങ്ങോട്ടുള്ള സപ്ലൈ ഒക്കെ കട്ട് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം. നമ്മുടെ മെയിൻ സ്വിച്ചോ അല്ലെങ്കിൽ ആ ലൈനിലേക്ക് പ്രത്യേകിച്ച് അറിയാമെങ്കിൽ അതൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനകത്ത്
വയർസ് കണക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ ഇതിന് എന്താ പറയുക, നമുക്ക് ഫിക്സിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്, മാനുവലുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിവിടെ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇത് ഇവരുടെ പ്രോഡക്റ്റ്സാണ്. അതിൻ്റെ നമുക്കിത് CE മാർക്കിംഗ് ആണ്, UK CE മാർക്കിങ്ങും ഉണ്ട്. പിന്നെ IP44 ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സെൻസർ. ഓക്കെ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതാണ് എൻ്റെ സ്വിച്ച് ബോർഡ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇവർ ലേബിളൊക്കെ ചെയ്തിട്ടുണ്ട്. സോക്കറ്റ്സ്, ഡൗൺ സോക്കറ്റ്സ്, അപ്പ് സോക്കറ്റ്, ഗറാജ്, കൺസർവേറ്ററി, RCD സ്വിച്ച്. പിന്നെ ഇതാ ഇവിടെ ലൈറ്റ്സ്, ഔട്ട്സൈഡ് ലൈറ്റ്സ്, സ്മോക്ക് ഡിറ്റക്ടർ, സ്റ്റഡി, ലൗഞ്ച് ലൈറ്റ്സ്, കുക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരെണ്ണം ഓഫ് ചെയ്താൽ മതി. പക്ഷെ ഞാനൊരു സേഫ്റ്റി മുഖ്യം ബീഗിൽ ആണ് ഐ ആം ഗോയിങ് ടു സ്വിച്ച് ദ മെയിൻ സ്വിച്ച് ഓഫ്. നമ്മുടെ RCDയിൽ മെയിൻ ഉള്ളതാണ് ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഔട്ട്സൈഡ് റിയർ 2 എന്നാണ് എഴുതിയിരിക്കുന്നത്, റിയർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഔട്ട്സൈഡ് ലൈറ്റ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെയാണ് മാറ്റാൻ പോകുന്നത്. സോ ഐ ആം ഗോയിങ് ടു ചേഞ്ച് ദ മെയിൻ സ്വിച്ച്. എവറിത്തിങ് ഗോസ് ഓഫ് നൗ. നമുക്ക് എല്ലാം ഒന്ന് ഇട്ടൊക്കെ നോക്കാം. ഓക്കെ, സോ അത് നമ്മളുടെ സേഫ്റ്റി നമ്മൾ റെഡിയാക്കി. ഇവിടെ വേറൊരെണ്ണം അവരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പ് ലൈറ്റ്. പിന്നെ ഇവിടെ നമ്മളുടെ RCD സ്വിച്ച് ഇത് കണ്ടില്ലേ, ഇതെപ്പോഴും എല്ലാ മന്തിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ടെസ്റ്റ് മന്തിലേ ഇത് ഡ്രോപ്പ് ചെയ്യുമെന്നുള്ളത്. ദാറ്റ്സ് അവർ സേഫ്റ്റി സ്വിച്ച്. ആൻഡ് പിന്നെ ഇത് ഇപ്പോൾ കളർ കോഡഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഇൻകമിങ്, നമ്മളുടെ ലൈൻ ആൻഡ് ന്യൂട്രൽ. ഇത് ലൈനാണ് ബ്രൗൺ, ബ്ലൂ ആൻഡ് പ്രൊട്ടക്റ്റീവ് എർത്താണ് യെല്ലോ ആൻഡ് ഗ്രീന്. അപ്പോൾ പഴയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈന് റെഡും ന്യൂട്രൽ ബ്ലാക്കും ആയിരിക്കും, കാരണം നമ്മളുടെ കളർ കോഡിങ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പുതിയ കളർ കോഡിങ്ങുള്ള വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സെൻസർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് എക്സാക്ട്ലി ഇത് സെയിം. അതിന് ഇച്ചിരി മറ്റേതിന് ഇത്തിരി നീളം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഏകദേശം സെയിം സെൻസർ തന്നെയാണ്. അപ്പം ഞാനിതാ ഇവിടെ എൻ്റെ ഏണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പതിയെ ഇത് അഴിച്ചെടുക്കണം ആദ്യം, എന്നിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു ടിപ്പ് ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഡബിൾ ചെക്ക് ചെയ്യാം, ക്രോസ് റെഫറൻസ് ചെയ്യാം. പിന്നെ ഫൈനലി ഞാനത് പറിച്ചെടുത്ത്. ആക്ച്വലി ഇതിൻ്റെ സ്ക്രൂ പുറത്ത് തുരുമ്പിച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനതിനെ തല്ലി പൊട്ടിച്ചാണ് തുറന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിനകത്ത് നമുക്ക് ലൈൻ ഒരു ബ്ലൂ ആണ് നമ്മുടെ ന്യൂട്രൽ. ഇത് നമ്മളുടെ ബ്രൗൺ ഈസ് ഒരു ലൈന്, ഇതൊരു ലൈന്. അപ്പം നമുക്കിത് കാണാം ബ്ലൂ, ഇതിൽ നിന്ന് ബ്ലൂ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ CPC, പിന്നെ നമുക്കൊരു റെഡും യെല്ലോയും ആണ് വരുന്നത്, കണ്ടോ. അപ്പം 4 കേബിൾസ് വരുന്നുണ്ട്. നമ്മളുടെ എർത്ത് വരുന്നുണ്ട്. ഇത് അവർ ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ലൈൻ ഇന്നും ലൈൻ ഔട്ടും ഒരു ന്യൂട്രലും ഉണ്ട്. പക്ഷേ ഇതിൽ റൈറ്റിംഗ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഇതാ ഇവിടെ പുതിയത് വെച്ചു. അപ്പം ഇതാണ് നമ്മളുടെ ന്യൂട്രൽ, ഇത് എർത്ത്, നമ്മുടെ ലൈന് കമ്മിങ് ഇൻ, പിന്നെ ലോഡ്. അപ്പം അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കളേഴ്സ് കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ല, അതിൽ റൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴയ സെൻസർ ഓപ്പൺ ചെയ്ത് അതൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്തു. ഇനി നമുക്ക് ആകെ റിമൈനിങ് ചെയ്യാനുള്ളത് ഇവിടെയും ഇങ്ങനെ ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ ഡ്രില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ മിക്കവാറും ഒരു സൈഡായിരിക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ ഡ്രില്ല് ചെയ്യേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു സൈഡായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഡ്രിൽഡ് ആണത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ കണക്ഷൻ്റെ പരിപാടി. എല്ലാം കഴിഞ്ഞു, നമ്മളിത് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ആകെ റിമൈനിങ് എന്ന് പറയുന്നത് ഈ സാധനം അടച്ചിട്ട് ലൈറ്റ് ഇട്ട് നോക്കണം ഇത് വർക്കായോ അത് ഫ്ലോപ്പ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ PIR മോഷൻ സെൻസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനത് രണ്ടാമത്തെ ഡ്രില്ല് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നത് ഡ്രില്ല് ചെയ്യുമായിരിക്കും. ഇത് വർക്ക് ചെയ്യുമെന്ന് ആദ്യം അറിയണമല്ലോ, അതുകൊണ്ടാണ് ഡ്രില്ല് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കളറ്. നമുക്കിവിടെ കാണാം ബ്രൗണിൻ്റെ ഇവിടെ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടോ, ഇത് ലൈൻ എഴുതിയിട്ടുണ്ട് ഇവിടെ.
പിന്നെ അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ അവിടെ ന്യൂട്രൽ N, പിന്നെ D ഫോർ ലോഡ്. ഓക്കെ, സോ ഈ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 ലൈൻ വലിക്കാം, 2 കേബിൾ എടുക്കാം, അതായത് ഒരു ലൈനും ന്യൂട്രലും മാത്രമേ ഉള്ളത്. നമ്മളുടേതൊരു 3 ഫേസിൻ്റെ 4 കോർ കേബിളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വർക്കാവുമോ എന്ന് നോക്കാം, തുറക്കുമ്പം ഓൺ ആവുമോ എന്ന് നോക്കാം. മോഷൻ സെൻസർ ഓണായി. അപ്പം നമ്മൾ കണക്ട് ചെയ്തതെല്ലാം റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ വർക്കായിട്ടുണ്ട്.